വണ്ണം വയ്ക്കാനും നിറം വയ്ക്കാനും കവിൾ തൊടുക്കാനും സഹായിക്കുന്ന ഒരു വെയിറ്റ് ഗെയിൻ ഡ്രിങ്കാണ് ഇന്ന് കാണിക്കുന്നത്. വെയിറ്റ് കൂടുതലുള്ളവർക്കും ഇത് വല്ലപ്പോഴും കഴിക്കാം. നല്ല എനർജി കിട്ടുന്ന, ഉന്മേഷം കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസുകൾ അതിനെക്കുറിച്ച് വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ണം വയ്ക്കാനുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് വണ്ണം വയ്ക്കാൻ പറ്റുക, വണ്ണം കുറവുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരിത് കാണുക. വണ്ണം ഓൾറെഡി ഉള്ളവരാണെങ്കിൽ വണ്ണം കുറവുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും നേരം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു ക്യാരറ്റും ഒരു ഏത്തപ്പഴവും അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇടത്തരം വലിപ്പമുള്ള ഏത്തപ്പഴവും ക്യാരറ്റുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ക്യാരറ്റ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ അകറ്റാനും അതുപോലെ വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണിത്. ഏത്തപ്പഴത്തിൽ പൊട്ടാസ്യം കൂടുതലായിട്ടുണ്ട്, അതുപോലെ തന്നെ സോൾട്ട് കുറവാണ്. അപ്പോൾ BP ഉള്ളവർക്ക് ഇത് കഴിക്കാം. ഏത്തപ്പഴവും ക്യാരറ്റും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്യാരറ്റും ഏത്തപ്പഴവുമാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ളതിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബദാം എടുക്കുന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കാം, കാഷ്നട്ട് ആണെങ്കിലും 4 എണ്ണം എടുക്കാം, ഈന്തപ്പഴം 2 എണ്ണം എടുക്കാം. അതുപോലെ 1 സ്പൂൺ അവൽ, അതൊക്കെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടത്തോടെ അവർ കഴിക്കും. ഈന്തപ്പഴം നമ്മൾ കുരു കളഞ്ഞ് വേണം എടുക്കാനായിട്ട് കേട്ടോ. ബദാം എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം കുതിർന്നതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത്. ഇനി പ്രധാനമായിട്ട് നമുക്ക് വേണ്ട മറ്റൊരു കാര്യം 1 ഗ്ലാസ് പശുവിൻ പാലാണ്. അപ്പോൾ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ പശുവിൻ പാലെടുക്കുക. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതൊന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആട്ടിൻ പാൽ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസും നമ്മൾ പകുതി പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള പാലും കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടാനായിട്ട്, അതുപോലെ തന്നെ എനർജി കിട്ടാനായിട്ട്, കവിളൊക്കെ തുടുക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക്. ഇത് ഒരാഴ്ച അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഡയബറ്റിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെയിലി കഴിക്കണ്ട കേട്ടോ. അവർ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഏത്തപ്പഴം ഒരുപാട് പഴുത്തത് അവർക്ക് നല്ലതല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് പനിയായിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷീണത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എങ്കിൽ പോലും ഞാനിത് ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായി. സാധാരണ ദിവസത്തേക്കാളും നല്ലൊരു എനർജി ഫീൽ ചെയ്തു. അപ്പോൾ അത്രയും പോഷക ഗുണങ്ങൾ നമ്മുടെ ക്യാരറ്റിലും അതുപോലെ ഏത്തപ്പഴത്തിലും പാലിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മിക്സാണിത്. നമ്മൾ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയെടുത്തതുകൊണ്ട് ദഹന പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും പേടിക്കാതെ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് പൊതുവേ രക്തക്കുറവ് മൂലം വിളർച്ച ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എല്ലുകളുടെ പ്രശ്നം, എല്ലുകൾ വളരുന്നില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് പൊക്കം വയ്ക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇതൊന്ന് കൊടുത്തു നോക്കൂ. വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ വളർച്ച വളരെ വേഗത്തിൽ നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ഗെയിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.